പുന്നമടക്കായലിൽ ആവേശത്തൊഴിയെറിഞ്ഞാണ് ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ തുടക്കം. വളയിട്ട കൈകളിൽ അരിവാൾ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മൈക്ക് പിടിച്ച കൈകളിൽ തുഴ പിടിച്ചു എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പുതിയൊരു ശൈലി കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ പറയില്ലേ, അത്രമേൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ തുഴഞ്ഞ് താളത്തോടെ തുഴഞ്ഞ് അങ്ങനെ മികവോടെ ആ വേഗതയെ, തുടക്കത്തിൽ കിട്ടുന്ന വേഗതയെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. വെള്ളിക്കപ്പിലേക്ക് തുഴഞ്ഞെത്താൻ കഠിന പരിശീലനത്തിലാണ് ക്ലബ്ബുകൾ. നെഹ്റു ട്രോഫി ശനിയാഴ്ച ആരംഭിക്കാനിരിക്കെ പരിശീലന തുഴച്ചിൽ പുന്നമടക്കായലിൽ അരങ്ങേറി. 80-ൽ പരം തുഴച്ചിലുകാർ ഈ വിധം ആവേശത്തോടെ അവരുടെ കായികമായ കരുത്ത് ഒരേ മനസ്സോടെ ആവേശത്തോടെ നെഹ്റു ട്രോഫി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള ഈ പായ്ച്ചിൽ. കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് നെഹ്റു ട്രോഫിയും CBLൽ ഉജ്ജ്വല തേരോട്ടവും സമ്മാനിച്ച വിയപുരം ചുണ്ടനെത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കൈനകരിക്കാർ. ട്രോഫി 1150 മീറ്ററോളം ദൂരമുണ്ട്. നല്ല ദൂരമുള്ള ട്രാക്കാണ്, നല്ല ട്രാക്കാണ്. ഏതാണ്ട് തുല്യ നീതിയുണ്ട് ട്രാക്കിലൊക്കെ, മറ്റു മത്സര വള്ളംകളികൾ പോലെയല്ല. അപ്പോൾ അവിടെ നമ്മൾ തുല്യശക്തികളാണ്, എല്ലാ പരിശീലനത്തോടും പൂർണ്ണതയോടും കൂടി അവിടെ എല്ലാവരും വരുന്നത്. അപ്പോൾ തുല്യശക്തികളായിരിക്കും അവിടെ. പിന്നെ അന്നത്തെ കായിക താരങ്ങളുടെ ഒരു മാനസികാവസ്ഥ, മനസാന്നിധ്യമുണ്ട്. അതിനുവേണ്ടി നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് പിള്ളേർ. നമ്മൾ ആ മത്സരത്തിൽ ഒരു മനോവൈര്യം പ്രധാനമാണ്. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ തീപാറുന്ന ഒരു പ്രകടനമായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിൽ കായിക ലോകത്തിന് തെല്ലും സംശയമില്ല. ഇനി സെപ്റ്റംബർ 28-ലേക്കുള്ള കാത്തിരിപ്പിലാണ് വള്ളംകളി പ്രേമികൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.